ശബരിമലയിലെ യുവതീ പ്രവേശനം, മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള അനുവാദം, മറ്റു മതസ്ഥരെ വിവാഹം ചെയ്ത പാഴ്സി സ്ത്രീകൾക്ക് അവരുടെ ക്ഷേത്രങ്ങൾ കയറാനുള്ള അനുവാദം, ഇതൊക്കെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു നിർണായകമായ നീക്കം നടത്താൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ, ഇപ്പോൾ കേരളത്തിലെ പിണറായി സർക്കാർ ഉൾപ്പെടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിൽ എന്ത് നിലപാടാണെന്നുള്ളത് കോടതി അറിയിക്കണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അത്തരമൊരു നിലപാട് എടുക്കുമോ? ഇന്നിപ്പോൾ കോടതിയിൽ വരുന്ന കാര്യത്തിൽ സർക്കാർ നിലപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ. 9 അംഗ ബെഞ്ച് 2020 ഒന്ന് കൂടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് സിറ്റിംഗ് ഉണ്ടായില്ല. അപ്പോൾ ആ ബെഞ്ചിലെ പല ജഡ്ജിമാരും ഇപ്പോഴില്ല. അപ്പോൾ പുതിയൊരു 9 അംഗ ബെഞ്ച് ഉണ്ടാക്കണം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ ഈ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആരുടെയെങ്കിലും ഇത് സത്യവാങ്മൂലമൊന്നും കോടതി ചോദിക്കില്ല. ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ന്. ഇതിൻ്റെ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആളുകൾ മറന്നുപോയതുകൊണ്ടാണ് ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നത്. ശബരിമലയുടെ വിധി വന്നു. ആ വിധിയിൽ റിവ്യൂ പെറ്റീഷൻസ് ഫയൽ ചെയ്യപ്പെട്ടു. ഒറിജിനൽ പെറ്റീഷൻസിനേക്കാൾ കൂടുതലാണ് റിവ്യൂ പെറ്റീഷൻസിൻ്റെ എണ്ണം. സാധാരണയിൽ ഒറിജിനൽ പെറ്റീഷണേഴ്സ് മാത്രമാണ് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാറുള്ളത്. അല്ലാതെ പുതിയൊരാൾ വന്നിട്ട് നിങ്ങൾ ഇറക്കിയ ജഡ്ജ്മെൻറ്റ് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞൊരു സ്കോപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പെറ്റീഷൻസ്, ഒറിജിനൽ ഇതിലില്ലാത്ത ഒരുപാട് പെറ്റീഷൻസ് വേണമെങ്കിൽ കോടതിക്ക് തള്ളിക്കണം. ശബരിമല റിവ്യൂ ചെയ്യുമ്പോഴാണ് ആ റിവ്യൂ ആർഗ്യുമെൻറ്റ്, പരാശരൻ്റെയൊക്കെ ആർഗ്യുമെൻറ്റ് കേട്ടിട്ടാണ് കോടതി പറഞ്ഞത് ഇതൊരു കോമൺ ഇഷ്യൂ ആണ്, എല്ലാ മതങ്ങളുടെയും ഒരു പ്രശ്നമാണ്. ഒരു മതത്തിൻ്റെ ആചാരത്തിൽ കോടതിക്ക് എത്ര കണ്ട് കടന്നു കയറാം? എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നത് ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ട സമയമായോ? കാരണം 1954 ശിരൂർ മഠ് കേസിലാണ് ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ കോടതി രൂപീകരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ആചാരം അനുഷ്ഠിച്ചില്ലെങ്കിൽ ആ മതം തന്നെ ഇല്ലാതെയാവുക. അങ്ങനെ ഒരു ആചാരം ഉണ്ടെങ്കിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. ആ പ്രാക്ടീസാണ് ആ മതത്തിൻ്റെ നിലനിൽപ്പ്. ഇപ്പോൾ മുസ്ലിം പള്ളിയിൽ നിസ്കാരം പാടില്ല എന്നൊരു കോടതി പറഞ്ഞു എന്ന് വെച്ചു. നിസ്കരിക്കാനല്ലെങ്കിൽ പിന്നെ പള്ളിയില്ല. അപ്പോൾ ആ മതത്തിൻ്റെ അടിക്കല്ല് തന്നെ കോടതി ഇളക്കുകയാണ്. ക്രിസ്ത്യൻ പള്ളികളിൽ കുർബാന പാടില്ല, കഴിഞ്ഞു പള്ളിയുടെ കഥ. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ദീപാരാധന പാടില്ല, വിളക്ക് പാടില്ല. ഇങ്ങനെയൊക്കെ കോടതി പറഞ്ഞാൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. വിളക്ക് രണ്ടർത്ഥത്തിലും, ഒന്ന് നമ്മൾ കൊളുത്തുന്ന വിളക്ക്, വേറൊന്ന് ആനയൊക്കെ എഴുന്നള്ളിച്ച് വിളക്ക് എന്ന് പറഞ്ഞ് ചടങ്ങുണ്ട്. അത് എഴുന്നള്ളത്ത്, അത് മിക്കവാറും രാത്രിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ വെച്ചിട്ടാണ് കോടതി എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. അതല്ലാത്ത പ്രാക്ടീസിലേക്ക് കോടതിക്ക് ഇടപെടാം. ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇതുപോലത്തെ ഒരുപാട് കേസുകൾ പിന്നീട് വരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ഈ ആചാരം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ് എന്ന് പറയും. അയ്യപ്പ ഇതിൽ സ്ത്രീകളെ കയറ്റരുത് എന്ന് ആഗ്രഹിക്കുന്നവരും അവരും പറഞ്ഞു ഇത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആചരിക്കുന്നൊരു കാര്യമാണ് പ്രാക്ടീസ്. ആചരിക്കാതിരിക്കുന്നത് പ്രാക്ടീസ് ആകുക. സ്ത്രീകൾ കയറുന്നത് പ്രാക്ടീസാണെന്ന് പറയാം. സ്ത്രീകൾ കയറുന്നില്ല, അപ്പം പിന്നെ പ്രാക്ടീസും ഇല്ലല്ലോ. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആചരിക്കണം. ആചരിക്കാതിരിക്കുന്നത് ഒരു പ്രാക്ടീസ് എന്ന് വിളിക്കാൻ പറ്റും? ഇതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണ്. അപ്പോൾ അതിന് കൗണ്ടറുമുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രാക്ടീസാണ്, ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഒരു പ്രാക്ടീസാണ്.
അതാണ് നോയമ്പ്, ഏകാദശി വ്രതം, ഇതൊക്കെ. ഉം. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതും പ്രാക്ടീസാണ്, ചെയ്യാതെ അതിൽ നിന്ന് ഒഴിയുന്നതും പ്രാക്ടീസാണ്. അത് വെറുതെ ചെയ്യാതെ നമ്മൾ ഇരിക്കുകയല്ല, അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു ചെയ്ത്തല്ലേ? അതെ. അപ്പോൾ അതൊരു പ്രാക്ടീസല്ലേ? ഇതുപോലെയുള്ള ദുരിതം പിടിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇവരെ എല്ലാ മതത്തിൻ്റെ, അങ്ങനെയാണ് ഈ പാഴ്സി, മുസ്ലിം, ഹിന്ദു ഇതെല്ലാം വന്നു. ഇതൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞു ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് വേണം ശബരിമല വിധി റിവ്യൂ ചെയ്യാനായിട്ട്. ആദ്യം ഇത് തീരുമാനിക്കണം, പിന്നെ വിധി റിവ്യൂ ചെയ്യണം. അപ്പോൾ ഈ തീരുമാനം എടുക്കണമെങ്കിൽ 11 അംഗ ബെഞ്ച് വേണം. കാരണം 9 അംഗ ബെഞ്ചാണ് 1954 ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള പ്രിൻസിപ്പിൾ ഫോം ചെയ്തത് 9 അംഗ ബെഞ്ചാണ്. അതുകൊണ്ട് 9-ൽ കൂടുതൽ ഉള്ള ബെഞ്ച് വേണം. അല്ല, 7 അംഗ ബെഞ്ചായിരുന്നു അത്. അതുകൊണ്ട് ഇത് 9 അംഗ ബെഞ്ച് വേണം. 7-ൽ കൂടുതൽ 9. അങ്ങനെയാണ് 9 അംഗ ബെഞ്ച് വന്നത്. അപ്പോൾ 9 അംഗ ബെഞ്ച് ഈ ഇഷ്യൂസ് തീരുമാനിച്ചിട്ട് ആ ഇഷ്യൂസിൻ്റെ തീരുമാനം ശബരിമല വിധിയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം അത് റിവ്യൂ ചെയ്യാൻ. ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പോലും റിവ്യൂവിൻ്റെ ആവശ്യമില്ല എന്നായിരിക്കും നിഗമനം. അതല്ല, റിവ്യൂവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യും. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇപ്പം നടക്കുന്നത് ശബരിമല വിധിയുടെ റിവ്യൂ അല്ല, ശബരിമല വിധിയുടെ റിവ്യൂ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആ പോയിന്റ്സാണ്. അല്ല, അങ്ങനെ പോയിന്റ്സ് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് യുവതികളെ ശബരിമലയിൽ കയറ്റണമെന്ന് തന്നെയാണല്ലോ. അങ്ങനെ കയറിയാൽ എന്താ പ്രശ്നം എന്നാണ് സർക്കാർ ചോദിച്ചത്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടിയതോടുകൂടിയാണ് ഇടതുമുന്നണി അതിൽ നിന്ന് പിൻവാങ്ങിയത്. ഇത് അതിൻ്റെ പൊളിറ്റിക്സ് ആണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് നിയമമാണ്. പൊളിറ്റിക്സിലേക്ക് വരാം. പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്സിലും ഈ പറഞ്ഞ ഓർമ്മ പെശകളുണ്ട് ആൾക്കാർക്ക്. ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യം ഇത് സ്ത്രീകൾ കയറരുത് എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുക്കുന്നു. അച്യുതാനന്ദൻ സർക്കാർ വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഹർജി ഫയൽ ചെയ്ത് 2006-ലാണ്. 2012-ൽ ലൈവ് വാദം തുടങ്ങുന്നു. 2006-ൽ അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് പോയി. അപ്പോൾ അന്ന് കേരള സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുത്തു. ഇതിങ്ങനെ 91-ലെ ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അതനുസരിച്ച് സ്ത്രീകളെ അവിടെ കയറ്റുന്നില്ല, അത് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് സർക്കാരിന് അഭിപ്രായമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സത്യവാങ്മൂലം കൊടുത്തു. അച്യുതാനന്ദൻ വന്നപ്പോൾ ഈ സത്യവാങ്മൂലം മാറ്റി. അച്യുതാനന്ദൻ പറഞ്ഞു ഈ യുവതികളെ കയറ്റേണ്ടത് ആവശ്യമാണ്, പക്ഷേ സുപ്രീം കോടതി ഒരു കമ്മീഷനെ വെച്ചിട്ട് പൊതുജനാഭിപ്രായം, ഹിന്ദുക്കളുടെ പൊതുജനാഭിപ്രായം എടുത്ത് അതും കൂടെ വെച്ചിട്ട് വേണം കോടതി തീരുമാനിക്കാൻ. കോടതി വെറും നിയമം മാത്രം നോക്കി ഇതിൽ തീരുമാനിക്കരുത്, പൊതുജനാഭിപ്രായം കൂടെ നോക്കണം. പൊതുജനാഭിപ്രായത്തിൽ അവരുടെ വികാരമായിരിക്കും പലപ്പോഴും, നിയമമായിരിക്കില്ല അത്. പക്ഷേ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായത്തിനൊരു വിലയുണ്ടല്ലോ. അതെ, പൊതുജനങ്ങൾ ആചരിക്കുന്നതാണല്ലോ ആചാരം. ആചാരം പലപ്പോഴും നോൺസെൻസിക്കലായിരിക്കും, വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പൊതുജനങ്ങളെല്ലാം അത് ചെയ്യുന്നു, അതുകൊണ്ട് ആചാരമായിട്ട് മാറി. പല ആചാരങ്ങളും നമ്മൾ നോക്കി കഴിയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും കാണില്ല. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നു, അപ്രദക്ഷിണം വെച്ചാൽ എന്താ? വലിയ കാര്യമൊന്നും അതിൽ പറയാനില്ല. വേണമെങ്കിൽ ഒരു തിയറിയൊക്കെ ഉണ്ടാക്കി പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആചാരത്തിന് പലപ്പോഴും അർത്ഥം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടെ ഒരു കമ്മീഷനെ വെച്ചിട്ട്, അമിക്കസ് ക്യൂറി, അഡ്വക്കേറ്റ് കമ്മീഷണർ എന്നൊക്കെ പറയില്ല, ആ പേരിലുള്ള ആൾക്കാരെ വെച്ച്, ഒരാളൊന്നുമല്ല, ഒരു 4 പേരെങ്കിലും അടങ്ങുന്ന കമ്മിറ്റിയെ വെച്ച് ഇത് ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് വേണം കോടതി തീരുമാനിക്കാൻ. വീണ്ടും ഉമ്മൻചാണ്ടി വന്നു. ഉമ്മൻചാണ്ടി തിരിച്ച് ഇത് കൊടുത്തു, വേണ്ട, യുവതീ പ്രവേശനം വേണ്ട. പിന്നെ പിണറായി വിജയൻ വന്നു. പിണറായി വിജയൻ ഈ കമ്മീഷനെ വെക്കുന്ന അച്യുതാനന്ദൻ്റെ അത്രയും ലിബറൽ ഒന്നുമല്ല പിണറായി വിജയൻ. പിണറായി വിജയൻ പറഞ്ഞ നത്തിങ് ഡൂയിങ്, ഇവർക്ക് പ്രവേശനം കൊടുക്കണം.
ഇതാണ് സർക്കാർ പലതവണയായിട്ട് മലക്കുന്നത്. പിണറായി വിജയൻ്റെ സത്യവാങ്മൂലം കിട്ടിക്കഴിഞ്ഞപ്പോൾ കോടതി പറയുകയും ചെയ്തു, അല്ലെ ഈ ഭരണം മാറുമ്പോൾ സർക്കാർ ഇങ്ങനെ സത്യവാങ്മൂലം മാറ്റുന്നത് ശരിയല്ല, ഞങ്ങളിതിൽ ഏത് സത്യവാങ്മൂലമായി എടുക്കേണ്ടത്? കാരണം സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയാണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് മാറുന്നത്. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്ന ഭരണകൂടം എപ്പോഴും ഉണ്ടല്ലോ, ഭരിക്കുന്ന ആളുകളാണ് മാറുന്നത്. അപ്പം ഭരിക്കുന്ന ആളുകൾ മാറുന്നതനുസരിച്ച് ഭരണകൂടം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് കോടതിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ കോടതി പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഘടകവിരുദ്ധമായ അഭിപ്രായം മാറി മാറി ഒരു കേസിൻ്റെ പ്രൊസീഡിങ്സിനിടയ്ക്ക് നിങ്ങളിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യും? 5 കൊല്ലം കൂടുമ്പോൾ ഗവൺമെൻറ് അഭിപ്രായം മാറുക, കോടതി എന്ത് ചെയ്യും? കേസാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് തീരുന്നതുമല്ല. അപ്പോൾ അത് കോടതി ചൂണ്ടിക്കാണിച്ചു, അല്ലെ ഇത് ഫൈനലാണ്, ഇനിയിപ്പോൾ ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം മാറിയില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ മാറുമല്ലോ, നിങ്ങൾ മാറി വേറൊരാൾ വരുമല്ലോ, നിങ്ങൾ ഇതേ അഭിപ്രായത്തിൽ നിൽക്കും, പക്ഷെ ഭരണത്തിൽ വേറൊരാൾ വരും, അയാളുടെ അഭിപ്രായം വേറെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ ഫൈനലി അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ പിണറായി വിജയൻ സത്യവാങ്മൂലം കൊടുത്തത് കൊണ്ടൊന്നും അല്ല ശബരിമല കേസിൽ ആ വിധി വന്നത്. ആ സത്യവാങ്മൂലം അവർ പരിഗണിച്ചു, എല്ലാവരുടെയും വാദിയും പ്രതിയും ഒക്കെ പറയുന്നത്, സാക്ഷിയൊക്കെ പറയുന്നത് കോടതി എടുക്കുമല്ലോ, എടുത്തിട്ട് അവരുടേതായ നിഗമനങ്ങൾ വെച്ചിട്ടാണ് അവർ യുവതീ പ്രവേശനം അനുവദിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ 9 അംഗ ബെഞ്ച് ഇന്നിപ്പോൾ ചിലപ്പോൾ അനൗൺസ് ചെയ്തെന്ന് വരും, അതല്ലെങ്കിൽ 9 അംഗ ബെഞ്ച് എന്ന് വേണം എന്ന് തീരുമാനിക്കാനായിട്ട് 2 ആഴ്ചത്തേക്ക് ചിലപ്പോൾ മാറ്റിവെച്ചു എന്ന് വരും. ഏതായാലും ഇന്ന് നാടകീയമായ ഒന്നും തന്നെ സുപ്രീം കോടതിയിൽ സംഭവിക്കാൻ പോകുന്നില്ല, എക്സെപ്റ്റ് 1-2 പേര് വല്ല ഇത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലാതെ കേരള സർക്കാരിനും പ്രത്യേകിച്ച് അവർ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്തില്ല, അത്രേ ഉള്ളൂ. ആത്യന്തികമായിട്ട് സർക്കാർ നിലപാട് വ്യക്തമാക്കട്ടെ, ഞങ്ങൾ യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്നു, അല്ലെ ഞങ്ങൾ യുവതികളെ പ്രവേശിപ്പിക്കില്ല, ജനങ്ങളോട് പറയണ്ടേ? ഇത് വെട്ടിലായിരിക്കണം രാഷ്ട്രീയമായിട്ട്. ഇപ്പോൾ വാസ്തവത്തിൽ ശബരിമലയിൽ ഇപ്പോൾ യുവതീ പ്രവേശനം ഇല്ല, യുവതീ പ്രവേശനം വേണ്ട എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ കീഴിലാണല്ലോ, ഒരു ഭംഗി വാക്ക് നമുക്ക് പറയാം, ദേവസ്വം ബോർഡ് സ്വതന്ത്രമാണെന്ന്. സ്വതന്ത്രമൊന്നുമല്ല, ദേവസ്വത്തിന് മന്ത്രിയുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഇപ്പോൾ ഏർപ്പാടൊക്കെ ഉണ്ട്, അവർ പറയുന്നതനുസരിച്ച് തന്നെയാണ് ദേവസ്വം ബോർഡ് പോകുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് നിലപാടെടുക്കും? സർക്കാരിൻ്റെ തന്നെ നിലപാട് ദേവസ്വം ബോർഡ് എടുക്കണം. അപ്പോൾ എന്നാൽ നേരത്തെ ദേവസ്വം ബോർഡ് എടുത്ത നിലപാട് എന്തായിരുന്നു? അവർ കയറിക്കോട്ടെ പത്മകുമാറുള്ളപ്പോൾ. പത്മകുമാറിനത് ഇഷ്ടമായിരുന്നില്ല വ്യക്തിപരമായിട്ട്, പക്ഷെ ബോർഡിൻ്റെ പിണറായി വിജയൻ കണ്ണുരുട്ടി പത്മകുമാറിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ബോർഡ് ചെയ്തത് എന്താ? ബോർഡ് പമ്പയിൽ തടയുന്നു. 10നും 50നും ഇടയ്ക്കുള്ള സ്ത്രീകളെ പോലീസുകാർ പമ്പയിൽ തടയുന്നുണ്ട്, ഇപ്പോഴും തടയുന്നുണ്ട്. ഒന്നുമറ്റേ ആൾക്കാർ പോകുന്നുണ്ട്, ഇവർ തടയുന്നുണ്ട്. ഏത് നിയമം വെച്ച് തടയുന്നു? സുപ്രീം കോടതി കയറാനാണ് പറഞ്ഞിരിക്കുന്നത്, വിധിയുടെ പുറത്ത് സ്റ്റേ ഒന്നുമില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് വരുന്നവരെ കയറ്റി വിടേണ്ട ചുമതലയാണ് പോലീസിന്, പക്ഷെ പോലീസ് തടയുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ 10നും 50നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചു. പിന്നെ 2019 തെരഞ്ഞെടുപ്പിന് ശേഷം തോറ്റു തുന്നം പാടിയല്ലോ, അപ്പോൾ എഴുതി വെച്ചു. പിന്നീട് അത് മാറ്റിയോ എന്ന് എനിക്കറിയില്ല, കൂടെ ഞാൻ കയറി നോക്കാറില്ല, അതിലെനിക്ക് താല്പര്യമില്ല അവരെന്ത് എഴുതി. ഏതായാലും പ്രാക്ടിക്കലി പമ്പയിൽ തടയും. മാത്രമല്ല കേരള ഹൈക്കോടതിയിൽ 10 വയസ്സായ ഒരു പെൺകുട്ടി തന്നെ ശബരിമലയിൽ കയറ്റണം എന്ന് പറഞ്ഞ് ഹർജി മൂവ് ചെയ്തിട്ട് നമ്മളുടെ അഡ്വക്കേറ്റ് ജയശങ്കറായിരുന്നു അവരുടെ വക്കീൽ. പറ്റില്ല എന്ന് പറഞ്ഞു കോടതി. എന്തോ തൊടി ന്യായമൊക്കെ പറഞ്ഞിട്ടൊരു ജഡ്ജ്മെൻറ്റ് എഴുതിയിട്ട് കയറാൻ പറ്റില്ല എന്ന്. വാസ്തവത്തിൽ സുപ്രീം കോടതി കയറിക്കോളാനാണ് പറഞ്ഞത്, ഹൈക്കോടതി അത് പറ്റില്ല എന്ന്. ഈ കയറരുത് എന്ന് അഭിപ്രായമുള്ളവർ ഇത് തന്നെ പറയും. അല്ല, അത് വിശാല ബെഞ്ചിൽ കിടക്കുകയല്ലേ, വിശാല ബെഞ്ചിൽ കിടക്കുന്നു,
പക്ഷേ ഈ വിധി നിലനിൽക്കുന്നു. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഗവർണർ വേഴ്സസ് സ്റ്റേറ്റ് കേസ് പർദിവാലയുടെ ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ, സ്റ്റാലിന് അനുകൂലമായിട്ട്. അപ്പം അന്ന് പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് ചില ചോദ്യങ്ങൾ അയച്ചു കൊടുത്തു. സുപ്രീം കോടതി പ്രസിഡന്റിൻ്റെ അധികാരം വകവെച്ചു കൊടുത്തു, പ്രസിഡന്റിൻ്റെയും ഗവർണറുടെയും അധികാരം വകവെച്ചു കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി മറുപടി കൊടുത്തു. പക്ഷേ അപ്പോഴും പർദിവാലയുടെ ജഡ്ജ്മെൻറ്റ് നിൽക്കുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. അത് ക്യാൻസൽ ചെയ്യാൻ സാധ്യമല്ല. സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് റീവിസിറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ, അല്ലാതെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം പ്രസിഡന്റിൻ്റെ കയ്യിലിരിക്കുന്നു, ആ അഭിപ്രായത്തിന് വിരുദ്ധമായ ജഡ്ജ്മെൻറ്റ് സ്റ്റാലിൻ്റെ കയ്യിലിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ശബരിമലയിലും സംഭവിക്കുന്നത്. ശബരിമലയുടെ ജഡ്ജ്മെൻറ്റ് ഇവർ കയറിക്കോട്ടെ എന്നുള്ളത് കയ്യിലിരിക്കുന്നു. 9 ബെഞ്ചിൽ ഇഷ്യൂസ് എല്ലാം 9 ബെഞ്ചിൽ പോയില്ലേ, അതുകൊണ്ടിപ്പോൾ ഇവർ കയറുന്നത് ശരിയാണോ എന്നുള്ള കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് നിൽക്കുന്നു. ഡയമെട്രിക്കലി ഓപ്പോസിറ്റായിട്ട്. ഇതാണ് ഇപ്പോൾ ആർക്കും എന്തും ക്ലെയിം ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ജനങ്ങൾക്കൊരു മാനവും മര്യാദയൊക്കെ ഉള്ളതുകൊണ്ട് ശബരിമലയിൽ കുഴപ്പമൊന്നുമില്ലാതെ തീർത്ഥാടന കാലം നടക്കുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ഉടക്കാനാണെങ്കിൽ നല്ല വഴക്കുണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും കോടതിയും സർക്കാരും ഒക്കെ ചേർന്ന് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭക്തന്മാർ വഴക്കിടാൻ വിസമ്മതിക്കുന്നു. ഇങ്ങനെ മതി, സമാധാനത്തിൽ പോകാം എന്ന് അവർ തീരുമാനിച്ചുകൊണ്ട് കുഴപ്പമില്ല. കോടതി നിലപാട് എടുക്കട്ടെ, എന്നിട്ട് നോക്കാം. വരട്ടെ, ഉടനെ ഒന്നും സംഭവിക്കാൻ പോണില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.